ശിവകാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴിക്കാറ്റേ ശിവകാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ വനമുല്ലയ്ക്കും വാർത്തുമ്പിക്കും ഈ മുത്തമിഴ് മുത്തുകൾ കൊത്തിയെടുക്കണ തത്തകളിത്തണ പൊങ്കലിനിക്കുറി ഇത്തിരി ഇത്തിരി മരതക മഴ വീണം വീണം ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴിക്കാറ്റേ ശിവകാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ ചെറുജോളപ്പൂക്കൾ കൊണ്ടു ചില്ലുമിഞ്ഞോളാം ഈ വെണ്ണിലവിന്റെ വെളിച്ചത്തിൽ മിഴിമിന്നി മിനുങ്ങി നടന്നോളാം മഞ്ഞളരഞ്ഞ മുകിൽ ചെരുവിൽ ചെറുകാറ്റുകണക്ക് പറന്നോളാം കുത്തുവിളക്ക് കൊളുത്തിയ രാവിൻ കൊമ്പിളിൽ അമ്പിളി പാല കൊറുക്കിയ താഴ്വരയിൽ പൂമഴയായി പുലർമഴയായി ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴിക്കാറ്റേ ശിവകാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ വള വേണം ചാന്ത് വേണം ചേലയും വേണം അണിയാരം ചാർത്താനായി അരപ്പവൻ വേറെ വേണം വിളയാടും ബൊമ്മ വേണം കൊച്ചു പാപ്പാത്തി കോവിലിൽ ആവണി ഉത്സവമായി പല കോലമയിൽ കളി കുമ്മികളായി പടക്കു തുടങ്ങി പുഴ താണ്ടി പല വേളകൾ വിരുതുകൾ കാണേണം വെള്ളരി വെറ്റില വെച്ച് തുഴാം തിരുമുമ്പിൽ മുന്തിരി ചന്ദനമെന്തടി മലമുഴിയാ മനമൊഴിയാ ഇറമെറിയാ ശിവമല്ലിപ്പൂ പൊഴിക്കും മാർഗഴിക്കാറ്റേ ശിവകാമി കോവിൽ ചുറ്റും മാമഴക്കാറ്റേ വനമുല്ലയ്ക്കും
പൊളിയായിരുന്നു. ചോദിക്കാം, ആരോട് ചോദിക്കണ്ടേ ആദ്യം? അയ്യേ ചമ്മി. അല്ല ഫുൾ ടൈം എന്നെ നോക്കിയിട്ട് ഇത് ആരെങ്കിലും വിശ്വസിക്കുവോ? ഞാൻ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക ഇനി അടുത്തത് എന്താ വരാൻ പോകുന്നത്. ശരത് സാറിന്റെ ഭംഗി കണ്ട് നോക്കിയിരുന്നതാന്ന് തോന്നുന്നു. മക്കളെ ചോദിക്കരി ഇങ്ങോട്ട് നിങ്ങളൊരു തീരുമാനിച്ചു. അല്ല ഹരി, ഹരിയാ നല്ല മൂഡിലിരിക്കുന്നത്. വളരെ മികച്ച മൂഡില്. മോളെ എന്തോ നന്നായിട്ട് പാടി, നല്ല രസമാണ്. താങ്ക് യു സർ. ഇതൊരു പ്രയാസമുള്ള പാട്ടാ, കേൾക്കാൻ ക്യൂട്ടാണെങ്കിലും കുറച്ച് പണിയുണ്ട് പാടാനും. ഇത് മോള് നേരത്തെ അറിയാവുന്ന പാട്ടായിരുന്നോ അതോ ഈ റൗണ്ടിന് വേണ്ടി ആരാ സജസ്റ്റ് ചെയ്ത ഈ പാട്ട്? ഓ, സ്വന്തമായിട്ട് മോക്ക് ഇഷ്ടമായിരുന്നു ഈ പാട്ട്? ഓക്കെ, എനിവേ നൈസ്. ഇപ്പൊ മോള് ഇതില് എന്താ പറയാ, വളരെ പ്ലേഫുൾ ആയിട്ട് മോള് പാടി. ഇതില് തെറ്റ് പറയാനുള്ളത് കോറസിനെ പറ്റിയുള്ളൂ കൂടുതൽ. ഓക്കേ ഗായ്സ്, കോറസ് സിംഗേഴ്സ് കൈവക്കൂ. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. ഒരാള് പോയോ? 4 പേരില്ലായിരുന്നോ? ഒരാൾ അടുത്ത പാട്ട് പാടാൻ. 2 പേര് പോയി. അവർക്ക് അറിയായിരുന്നു എന്തോ സംഭവിക്കാൻ പോകും. ഞങ്ങൾ അതിന് പോയിട്ട് മുമ്പേ ഞാൻ രക്ഷപ്പെട്ടെ. ഞങ്ങള് പോയിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ അനുഭവിച്ച 3 പേരും. അപ്പൊ എന്തായിരുന്നു? ഹൈലേസ. ഓക്കെ, എന്തായാലും നല്ല ഫ്ലോപ്പ് ആയിരുന്നത്. മൊത്തത്തില് കുഴപ്പമില്ലായിരുന്നേ ഉള്ളൂ. നിങ്ങൾ കുറച്ചു പേർക്കും കൂടി പാടായിരുന്നു. അപ്പം ഒന്നുകൂടി ഒന്ന് ബോറായാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തായിരുന്നു ഒരുമിച്ച്? പ്രാക്ടീസ് ഗ്രൂമിങ്ങിന് നല്ലോണം പാടിയായിരുന്നു. ഓക്കെ, കുറച്ചും കൂടി ഒരു സിങ്ക് വരായിരുന്നു എന്ന് തോന്നി. കാരണം ഇതില് കോറസ് ഭയങ്കര റോളല്ലേ, മോള് പാടുന്നതിന്റെ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ വരണമല്ലോ. കുഴപ്പമില്ല, മോശമൊന്നും അല്ല. എന്നാലും ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ആക്കണം കേട്ടോ കോറസ്. പിന്നെ ഈ വെണ്ണിലവിന്റെ വെളിച്ചത്തിൽ അതൊന്ന് പാടാം മോളെ. ഈ വെണ്ണിലവിന്റെ വെളിച്ചത്തിൽ മിഴിമിന്നി മിനുങ്ങി നടന്നോളാം, മഞ്ഞളരഞ്ഞ മുകിൽ ചെരുവിൽ ചെറുകാറ്റു കണക്ക് പറന്നോളാം, കുത്തുവിളക്ക് കൊളുത്തിയ രാവിൻ കുമ്പിളിലമ്പിളി പാല് കുറുക്കിയ താഴ്വരയിൽ. ആ താഴ്വരയിൽ എനിക്ക് ആ നോട്ട്സ്. താഴ്വരയിൽ പൂമഴയായി പുലർമഴയായി. ഇപ്പൊ ഓക്കെ. അപ്പൊ പാടിയ സമയത്ത് ക്ലിയർ ആയിരുന്നില്ല മോളെ. പിന്നെ ലാസ്റ്റ് ചരണത്തിൽ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു, ആ ടോപ്പിൽ പോയില്ലേ. അപ്പൊ നമ്മൾ അതൊന്നും എപ്പോഴും ഒരു സോങ്ങിനൊരു ഡൈനാമിക്സ് ഉണ്ട് അല്ലേ. നമ്മൾ ടോപ്പിൽ പോയാലും എല്ലായിടത്തും ഒരു റേഞ്ച് ഉണ്ട്. ബാക്കിയൊക്കെ കുഴപ്പമില്ല, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. അല്ലറ പിച്ച് ഔട്ട്സ്. അത് പിന്നെ ഫാസ്റ്റ് സോങ് ആണ്. പക്ഷെ ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു സോങ് എടുത്തതിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ദുരമോളെ, എന്തോ ഇറ്റ് വാസ് നൈസ്. താങ്ക് യു. ഞാൻ മോള് പാടി തുടങ്ങിയപ്പം ശിവമല്ലി പൂ പൊഴിക്കും മാർഗഴിക്കാറ്റീ എന്നാണ് കേട്ടോണ്ടിരുന്നത്. എന്താ മോക്കും ടീ എന്നാണോ പാടിയത്? പിന്നെ അതെന്താണ് അങ്ങനെ വേറെ ആരെങ്കിലും പറഞ്ഞോ ടീ എന്നാ കേക്കണേന്ന്? വൈകുന്നേരമൊക്കെ ആയില്ലേ ഒരു ടീ ആഗ്രഹിക്കും മനുഷ്യര്. സ്വാമി എന്തൊരു സ്വാമിയാ? ഇത് കൊള്ളാം, മികച്ച കോമഡി അടിക്കുമ്പോ മികച്ച ഒരു ഇത്. മോളൊന്നും പറയുന്നില്ല, നിന്നെ സഹായിക്കാൻ വന്നപ്പോ എനിക്ക് ടാപ്പുമായി. എന്താ കൊച്ചേ? അയ്യോ, നല്ല കോമഡി ആയിരുന്നില്ലേ? കോമഡിയാ? ഞാനായിരിക്കും മാർക്ക് കുറയ്ക്കുന്നത്. ഒരു പോയിന്റ് പറയരുത്. പോയിന്റ് കുറയ്ക്കുന്നു എന്നാ പട്ട കോമഡിയാണ്. ഇല്ല, അന്ന ഇന്ന് കുസൃതിച്ചോ? ഇല്ല ഇല്ല ഇല്ല. വേണ്ട, അത് കേട്ടോ കഴിഞ്ഞാൽ ഷാനിക്കയും കുറയ്ക്കും. പിന്നെ മോളെ ഈ സോങ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട ഒരു സോങ് ആണ്. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് മോള് കൊണ്ടുവന്നിട്ടുണ്ട് മോളെ. താങ്ക് യു സർ. നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതില്ലേ ഈ വെണ്ണിലവിൻ അല്ലേ, അവിടെ ചെറിയ ഒരു ശ്രുതി പ്രശ്നം പോലെ ഫീൽ ചെയ്തു. പിന്നെ പൂമഴയായി പുലർമഴയായി ആ ഹൈ പോകുന്നത് എന്റെ പൊന്നെ. കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റ് ചെയ്തു. ഇല്ല ബ്ലാസ്റ്റ് അടുത്തില്ലായിരുന്നു, ചരണത്തിലായിരുന്നു. അയ്യോ ഇതും ഇത് അനുവലുവിൽ ബ്ലാസ്റ്റ്. പക്ഷെ ഞാൻ ചെറുതായിട്ട് മൈക്ക് സോ ഹൈ, പക്ഷെ ചരണം എത്തിയപ്പോൾ മോള് പൊളിച്ചു മോളെ, അങ്ങ് വേറെ ലെവലിലേക്ക് പോയി. മൈക്കിന്റെ ഡയഫ്രം പൊളിച്ചു. ഓരോ മൈക്കിനൊക്കെ ഓരോ ത്രഷ് ഹോൾഡ് എന്നാണ് അതിന് പറയാം. അതിന്റെ ലിമിറ്റിന്റെ മേലെയാണ് ഇപ്പൊ മോള് പാടിയത്, മോള് വെച്ച് കീറുന്നത്. അപ്പം മൈക്ക് എപ്പോഴും ദൂരെ വെക്കണം കേട്ടോ. നല്ലായിരുന്നു, അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ മാത്രം. അതർവൈസ് ഇറ്റ് വാസ് നൈസ്. മോള് നല്ല ആറ്റിറ്റ്യൂഡിൽ തന്നെ മോള് പാടി കേട്ടോ.
വൈബ്രന്റ് ആയിട്ടുള്ള ധ്രുവ ആസ് ഓൾവേസ്. എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കേ കേട്ടാ. ഓൾ ദി ബെസ്റ്റ് മോളെ. സ്റ്റേ ഹാപ്പി. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഹായ് മോളെ. ഹായ് സർ. മോള് നന്നായിട്ട് തന്നെ പാടി. നല്ല സ്റ്റഡി ആയിരുന്നു നീ പാടുന്നത്. ആ ചരണം തൊട്ടാണ് കുഞ്ഞിന് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് അപകടങ്ങൾ പറ്റിയത്. അപ്പം അതുവരെ നല്ല ക്ലീനായിട്ട് പാടി മോള്. അത് കേൾക്കാൻ തന്നെ നല്ല സന്തോഷമായിരുന്നു മോളെ. പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പം ഈ താഴ്വരയിൽ അതിൻ്റെ എൻഡ് നോട്ട് ഏതാണ്? താഴ്വരയിൽ പൂമഴയായി പുലർമഴയായി. ആ തരരിരേ ആണല്ലേ? തരരിരരാ ദഗരികതേ. അത് അവിടം വരെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. അപ്പം അതാണ്, അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണം മോളെ കേട്ടോ. പിന്നെ ഇങ്ങനെ അന്തം വിട്ട് അലറിക്കളയരുത് കേട്ടോ. അത് വേറെ മാർഗമില്ല. മോക്ക് അത്രയും ശക്തിക്ക് ശബ്ദം വരുന്നതുകൊണ്ട് കുറച്ച് മൈക്ക് ദൂരെ പിടിക്കുക. അതൊന്ന് കൺട്രോൾ ചെയ്ത് പാടാവോ ആ 2 ലൈൻ മാത്രം. താഴ്വരയിൽ പൂമഴയായി പുലർമഴയായി. കൊള്ളാം കൊള്ളാം. പക്ഷെ ആ ഒരു ഗുമ്മില്ല. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇത് മതി. മറ്റേത് അപകടമാ. നന്നായിട്ടുണ്ട് മോളെ. മോള് മറ്റേതൊന്ന് പാടിക്കും. മൈക്ക് കുറച്ചൊന്ന് അകത്തി വെച്ചിട്ട്. മോളെ അലറൽ അലറൽ ചരണത്തിലാണ്. ഇപ്പൊ പാടിയ ലൈൻ തന്നെ. മൈക്ക് കുറച്ച് ദൂരം ആ ഹൈ വരുന്നിടം. വെള്ളരി വെറ്റില വെച്ച് തുഴാൻ തിരുമുമ്പിലെ മുന്തിരി ചന്ദനമെന്തടി മലരുഴിയാം മനമുഴിയാം നിറമെറിയാം. കുറച്ചുകൂടെ അകത്തി വെക്കാം. അല്ല അകത്തി കുഞ്ഞു. പക്ഷെ പാട്ട് കഴിഞ്ഞിട്ടായി പോയെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അപ്പം മോളെ അത് പ്രാക്ടീസ് ചെയ്തോളാം കേട്ടോ. നമ്മളിപ്പം ഒരു ലോ പോർഷൻ കിട്ടുന്നില്ല, അത്ര പ്രസൻസ് ഇല്ലെങ്കിൽ കൂടുതൽ മൈക്കിൻ്റെ ആൾക്ക് വന്നെടുത്ത് സംസാരിക്കുക കേട്ടോ. പാടുക. അവരെ ദൂരെ ആകുമ്പോൾ കുറച്ച് ത്രോ ചെയ്ത് എല്ലാവരും അങ്ങനെ പറയുന്നത്. കുറച്ച് ഇത്തിരി മൈക്കിനൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മുടെ ശബ്ദം ത്രോ ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ല വായിക്കാത്തെടുത്തിട്ട് ഈ ചവയ്ക്കുന്ന പല്ലിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കും കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ എപ്പോഴും. അത്രേ ഉള്ളൂ. പക്ഷെ അത് നന്നായിട്ട് പാടി മോളെ. നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ധ്രുവ മോൾ. ഷാനിക്കയോ? സോറി നിന്നെയൊക്കെ വിശ്വസിച്ച് ഓരോ നേപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതി. താങ്ക് യു ആ ഓക്കെ. ദിസ് ഇസ് ബാഡ്. വെരി ബാഡ്. ഇത് രണ്ടാമത്തെ കേട്ടോ. ഷാനിക്ക എന്താന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ശരത് സർ. എന്താ? മാർക്ക്. ഞാൻ പറയത്തില്ല. എന്റെ പേര് മാറ്റി വിളിച്ചിട്ട് വേറെ ആരെങ്കിലും പറയട്ടെ. ക്ഷമിക്കേ. ഞാൻ പറയുകയല്ല. ക്ഷമിക്കേ. ശരത് സർ. ശരത് സർ പ്ലീസ് മാർക്ക് പറയണോ? ആ. ബോലോ. എന്നാ പിന്നെ പറയാം. ബോലിയേ. 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അന്നിരിക്കും അവള് 1 കിലോ സോപ്പും കൊണ്ട്. ഷാനിക്ക. ധ്രുവ. എന്തോ? 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹൈ ചേട്ടാ. 8.7. താങ്ക് യു സർ. സോ ടോട്ടൽ 26.4. അടിപൊളി. ആദ്യത്തെ റൗണ്ട് എത്രയായിരുന്നു? 24.1. ആ നോടിക്കോ.